എല്ലാവർക്കും വിദ്യാവീതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ വിദ്യാവീതി കുടുംബത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യും. നമ്മൾ ഇന്ന് മൂന്നാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ്. നിലവിൽ നമുക്ക് 63 പേരാണ് ഈ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം അല്ലെ? നമ്മുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ 63 പേരെയാണ് മെയിൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നാളെ വരെ, അതായത് 7-ാം തീയതി രാത്രി വരെ നമ്മൾ അഡ്മിഷൻ എടുക്കും. 7-ാം തീയതി രാത്രി 8 മണി വരെ നമ്മൾ അതിലേക്ക് അഡ്മിഷൻ എടുക്കും. 100 പേരെയാണ് പ്രവേശിപ്പിക്കുന്നത്. 100 നമ്മൾ എല്ലാ പരസ്യത്തിലും പറഞ്ഞതുപോലെ 100 പേരെ നമ്മൾ അതിലേക്ക് പ്രവേശിപ്പിക്കും. നമ്മൾ അതിന് മുൻപേ എന്താണ് നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് നമ്മൾ ക്ലാസ് തരുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ വിദ്യാവീതിയുടെ ക്ലാസ്സിലൂടെ ലഭിക്കുന്നത് മുതലായ കാര്യങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം ഇപ്പൊ തരികയാണ്. ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ക്ലാസ് എടുക്കത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് എടുക്കുന്നത്, ആ ക്ലാസ് നിങ്ങൾ എങ്ങനെയാണ് കൂടേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെ വേണം ഇത് പഠിക്കാനായിട്ട് മുതലായ നമ്മുടെ ഈ ക്ലാസ് നാളെ തുടങ്ങുന്ന ദിവസം മുതൽ, ഇന്ന് മുതൽ നിങ്ങളുടെ പരീക്ഷ തലേന്ന് വരെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അക്കമിട്ട് ഇപ്പൊ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അത് എഴുതിയെടുക്കണം. വേണ്ട സാധനങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കണം. നാളെ മുതൽ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ക്ലാസ്സിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദയവായിട്ട് നിങ്ങൾ മൈക്ക് അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക. മറ്റുള്ളവർക്ക് എന്തിനാ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കുക? നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോവാം. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോകുന്ന മൂന്നാമത്തെ ബാച്ചാണ്. സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്ന ബാച്ചാണ്. ഇതിൽ നമ്മൾ സർവീസിൽ ഇല്ലാത്ത ഒരു 3-4-5 ടീച്ചർമാർ കൂടി ഉണ്ട്. കാരണം വരാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് 2026-ലാണ്. ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലായിരിക്കും പരീക്ഷ. അപ്പൊ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഈ മൂന്നാമത്തെ ബാച്ചിന് നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതൊരു ഹൈബ്രിഡ് ബാച്ചാണ്. എന്ന് പറഞ്ഞാല് നമ്മൾ തൊട്ട് മുൻപേ 2 ബാച്ചുകൾ തുടങ്ങിയായിരുന്നു സർവീസിലുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ ബാച്ചിന്റെ ഒപ്പം ഇത് നമുക്ക് എത്തിക്കണം. അവർക്ക് നിലവിൽ മലയാളവും ഇംഗ്ലീഷും കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് നമ്മൾ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ഇപ്പൊ 1 മണിക്കൂർ ക്ലാസ് എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. ഇന്ന് നമ്മൾ തുടങ്ങിയ സമയം നിങ്ങൾ നോക്കണ്ട. ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചത് കൊണ്ടൊക്കെയാണ് നമ്മൾ വൈകിയത്. നാളെ മുതൽ കൃത്യം 9 മണി സമയത്ത് നമ്മുടെ ക്ലാസ് ആരംഭിക്കും. വേറെ ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ടീച്ചർ കയറും, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മുൻപിലിരിക്കും, ക്ലാസ് നമ്മൾ ആരംഭിക്കും. അപ്പം നമ്മുടെ ക്ലാസ്സിൽ 2026-ന് വേണ്ടി തയ്യാറെടുക്കുന്ന, കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഈ ബാച്ചിൽ നമ്മൾ കേട്ടറ്റ് 1, 2 കാറ്റഗറിക്ക് വേണ്ടി മാത്രമാണ് ഈ ബാച്ച് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണം, കേട്ടറ്റ് 1, കേട്ടറ്റ് 2 എന്നീ കാറ്റഗറികൾക്ക് വേണ്ടി മാത്രമാണ് ഈ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കാറ്റഗറി 1, കാറ്റഗറി 2 2 വിഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ ഈ ക്ലാസ്സിനെ നമ്മളൊന്ന് തിരിച്ചിട്ടുണ്ട്. അതില് കാറ്റഗറി 1-ൽ വരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് സൈക്കോളജി പെഡഗോജി 30 മാർക്ക്, മാത്തമാറ്റിക്സ് 30 മാർക്ക്, EVS 30 മാർക്ക്, മലയാളം 30 മാർക്ക്, ഇംഗ്ലീഷ് 30 മാർക്ക്. ആകെ 150 മാർക്കിൽ 150 ചോദ്യങ്ങൾ, 150 മിനിറ്റ്. ഇതാണ് നമ്മളുടെ ഈ കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. ഇതിൽ ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ 90 മാർക്കും, മറ്റ് OEC, OBC, പിന്നെ SC, ST വിഭാഗങ്ങൾക്ക് 82 മാർക്കും ആണ് ഇത് ജയിക്കാൻ വേണ്ടത്. ശ്രദ്ധിച്ച് കേട്ടോണം. നാളെ നിങ്ങൾ കാറ്റഗറി 1-ൽ ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടും പറയുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം, മനസ്സിലാക്കണം, എഴുതി വെക്കണം. നമുക്ക് നിലവിൽ കാറ്റഗറി 1-ന് 5 വിഷയങ്ങളാണ്. 1 എന്ന് പറയുന്നത് സൈക്കോളജി പെഡഗോജി, 2 എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, 3 EVS, 4 മലയാളം, 5 ഇംഗ്ലീഷ്. ഇങ്ങനെ 5 വിഷയങ്ങളാണ് ഇതിലുള്ളത്. ഇത് നമുക്ക് PD ടീച്ചർമാർക്ക് കാറ്റഗറി 1 എന്ന് പറയുന്നത് LP UP വിഭാഗങ്ങളിലെ നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ LP UP വിഭാഗത്തില് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക്, പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകർക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് പാസ്സായാൽ മതി. അതിലെളുപ്പം കാറ്റഗറി 1 ആണ്. കാറ്റഗറി 1-ൽ വരുന്ന 5 വിഷയങ്ങൾ ഇതാണ്. അതിന് ആകെ 150 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ 150 മാർക്കിലാണ് പരീക്ഷ. 150 മിനിറ്റ് ആണ് ഇത് എഴുതാനുള്ള സമയം. അതിൽ ജനറൽ കാറ്റഗറിക്ക് 90 മാർക്കും, OEC, OBC, SC, ST-കാർക്ക് 82 മാർക്കുമാണ് വേണ്ടത്. ഇനി കാറ്റഗറി 2 നോക്കിയാൽ നമ്മുടെ കാറ്റഗറി 1-ൽ വരുന്ന അതേ സൈക്കോളജി പെഡഗോജി
കാറ്റഗറി 1-ൽ വരുന്ന അതേ മലയാളം, കാറ്റഗറി 1-ൽ വരുന്ന അതേ ഇംഗ്ലീഷ്, ഈ 3 സബ്ജക്റ്റുകളും കാറ്റഗറി 1-ലും 2-ലും കോമൺ ആയിരിക്കും. പിന്നെ വ്യത്യാസം വരുന്നത് എന്ന് പറയുന്നത് മാത്സ്, സയൻസ്. ഇതിൽ ഈ മാത്സ് എന്ന് പറയുന്നത് നമ്മൾ കാറ്റഗറി 1-ൽ പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ നിങ്ങൾ മാത്സിന്റെ 30 മാർക്കും സയൻസിന്റെ 30 മാർക്കും ചേർത്ത് 60 മാർക്കിൽ എഴുതുക, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് 60 മാർക്ക് എഴുതുക. അപ്പൊ ചിലർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ BEd സോഷ്യൽ സയൻസ് പഠിച്ച ആളാണ്, എനിക്ക് സയൻസ് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റും. UP-യിൽ അങ്ങനെ വേർതിരിവുകളൊന്നുമില്ല. ഒരു UP അധ്യാപിക ഏത് വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കുന്ന ഒരു അധ്യാപിക ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് മാത്സും സയൻസുമാണ് ഇഷ്ടമെങ്കിൽ ദയവായി മൈക്ക് ഓഫ് ആക്കി വയ്ക്കുക. നിങ്ങൾക്ക് മാത്സും സയൻസുമാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് മാത്സും സയൻസും എഴുതാം. ഇനി നിങ്ങൾക്ക് അതിലാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ സോഷ്യൽ സയൻസ് എഴുതി വെറുതെ ബുദ്ധിമുട്ടരുത്. നമുക്ക് ജയിക്കാൻ വേണ്ട, കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് എഴുതി ജയിക്കാൻ പറ്റുന്ന വിഷയം ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്, ഈ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് പരീക്ഷാ സമയം വരെ തിരഞ്ഞെടുക്കാനുള്ള സമയമുണ്ട്. ഇത് നമ്മൾ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ നമ്മൾ സോഷ്യൽ സയൻസ് ആണ് എഴുതുന്നതെന്നോ സയൻസ് ആണ് എഴുതുന്നതെന്നോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളിത് എപ്പോഴാണ് കൊടുക്കേണ്ട വരിക? നമ്മുടെ പരീക്ഷാ പേപ്പറിൽ നമ്മൾ എഴുതാൻ തരുമ്പോൾ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ തരുന്ന OMR ഷീറ്റിന്റെ ഫ്രണ്ട് പേജിൽ ഏറ്റവും മുകളിലായിട്ട് ചോദിക്കും, കാറ്റഗറി 2-ൽ നിങ്ങൾ ഏത് വിഷയമാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിക്കുന്നിടത്ത് നമ്മൾ സയൻസ് കറപ്പിച്ചു കൊടുത്താൽ സയൻസും, സോഷ്യൽ സയൻസ് ആണ് കറപ്പിക്കുന്നതെങ്കിൽ സോഷ്യൽ സയൻസുമാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, വ്യക്തമായോ? ഇവിടെയും 150 ചോദ്യങ്ങളാണ്, 150 മിനിറ്റ് ആണ്, 150 മാർക്കാണ്. 150 മാർക്കിൽ 90 മാർക്ക് ജനറൽ കാറ്റഗറിക്കും 82 മാർക്ക് SC, ST, OEC, OBC വിഭാഗക്കാർക്കും വേണം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു തമ്പ് ഇടാം. നിങ്ങളുടെ ആ സ്ക്രീനിൽ ഒരു തമ്പ് ചിഹ്നം കാണും, അതിന് ചുമ്മാ ഒന്ന് ഞെക്കാം. യെസ്, ഓക്കെ. ഇതും കാറ്റഗറി 2 എന്ന് പറയുന്നതും LP UP നിയമനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. LP UP നിയമനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് കാറ്റഗറി 1ഉം 2ഉം. 2 എഴുതണമെങ്കിൽ TTC, ഡിഗ്രി യോഗ്യത, BEd എന്നിവ ഏതെങ്കിലും വേണം. ഓക്കെ, അതും നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ഇനി നമ്മുടെ ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിലപിടിപ്പുള്ള 1.5 മണിക്കൂർ സമയം ഞങ്ങൾക്ക് വേണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ 1 മണിക്കൂർ നിങ്ങൾക്ക് ഇതുപോലെ രാത്രി 9 മുതൽ 10 വരെ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. ഈ ലൈവ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിടക്കുമ്പോഴോ അതിന് തൊട്ട് മുൻപോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപേ നേരിട്ടോ ഒരു 30 മിനിറ്റ് എടുത്ത് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അപ്പം ആകെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ 1 മണിക്കൂർ ക്ലാസ്സിന്റെയും 30 മണിക്കൂർ നിങ്ങൾ റിവിഷൻ ചെയ്യാൻ എടുക്കുന്നതും കൂട്ടിയ 1.5 മണിക്കൂർ മാത്രമാണ് നമ്മുടെ ഈ ഹൈബ്രിഡ് കോഴ്സിലേക്ക് നമുക്ക് ആവശ്യമുള്ളൂ. വേറെ നിങ്ങൾ ബാക്കിയുള്ള സമയത്ത് 22.5 മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉറങ്ങുവോ, നിങ്ങളുടെ ജോലിക്ക് പോവോ, നിങ്ങൾക്ക് മറ്റെന്ത് പരിപാടിക്ക് പോയാലും നമുക്ക് പ്രശ്നമില്ല. 1.5 മണിക്കൂർ ഇന്നു മുതൽ നിങ്ങൾ ഇതിലേക്ക് വേണ്ടി മാറ്റിവെക്കണം. 2 എന്ന് പറയുന്നത് ഒരു വലിയ നോട്ട് ബുക്കാണ്. ഇതിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലുത് വാങ്ങിച്ചു, കാരണം നമുക്ക് ഒരുപാട് എഴുതാനുണ്ട്. നമ്മൾ വിദ്യാവീതിയെ സംബന്ധിച്ച് നമ്മൾ മറ്റ് ഗൈഡുകളൊന്നും നിങ്ങൾക്ക് ശുപാർശ ചെയ്ത് തരുന്നില്ല. കാരണം ഞങ്ങളുടെ ഈ ഒരു കോഴ്സ് നിങ്ങൾ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഓരോ വിഷയം ഞങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. അപ്പൊ നിങ്ങളിലേക്ക് ഞാൻ ഈ പറയുന്നത് പോലെ ഓരോ ദിവസവും നിങ്ങളുടെ മുൻപിൽ ഇതുപോലെ ടീച്ചർ നേരിട്ട് നിങ്ങൾക്ക് മുൻപിൽ വന്നിരുന്ന് നിങ്ങൾക്ക് എന്താണോ പഠിപ്പിക്കേണ്ടത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയിൽ വന്നിരുന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ആ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏറ്റവും വലിയൊരു നോട്ട് ബുക്ക് വേണമെന്ന് പറഞ്ഞത്. കാരണം ഈ 5 വിഷയങ്ങളും എഴുതണം. ഓരോ വിഷയങ്ങളും നമ്മുടെ വിദ്യാവീതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓരോ വിഷയങ്ങൾ എടുക്കില്ല. ഒരു വിഷയം തീർത്തതിന് ശേഷം മാത്രമായിരിക്കും മറ്റു വിഷയങ്ങൾ നമ്മൾ എടുക്കൂ. അപ്പൊ അതുകൊണ്ട് ഓരോ വിഷയം തീരുന്നതനുസരിച്ച് അടുത്ത വിഷയം നമ്മൾ തുടങ്ങും, ഗ്യാപ്പുകൾ ഉണ്ടാവൂല. അപ്പൊ അതിന്റെ ഒരു സൈഡിൽ നമ്മൾ നോട്ടുകൾ എഴുതാനും മറുവശത്ത് നമ്മുടെ പരീക്ഷകൾ നടത്തുമ്പോൾ അതിന്റെ ആൻസർ കീകളൊക്കെ എഴുതി വെക്കാനും ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ എഴുതി വെക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പൊ കയ്യിൽ ഒതുങ്ങാവുന്ന ഇപ്പൊ ക്ലാസ്മേറ്റിന്റെ ഒക്കെ ഒരു A5 സൈസിലുള്ള ലെറ്റർ സൈസിലുള്ള നോട്ട് ബുക്ക് കിട്ടും. ഒരു 80 രൂപ 85 രൂപയൊക്കെ കൊടുത്താൽ മതി.
അത് കൂട്ടൊരു ബുക്ക് നിങ്ങൾ ഏറ്റവും വലുത് തന്നെ വാങ്ങിച്ചു, 100 രൂപ കൊടുത്താലും കുഴപ്പമില്ല. അത് കൂട്ടൊരു വലിയ നോട്ട് ബുക്ക് നിങ്ങൾ വാങ്ങിച്ചു. മൂന്നാമതായിട്ട് വേണ്ടത് ആവശ്യത്തിന് നെറ്റ്. നമ്മുടെ വീട്ടിലുള്ള മറ്റേ കിടക്കുന്ന ബെഡിന്റെ മുകളിൽ വെക്കുന്ന കൂടെ നെറ്റോ അല്ലെങ്കിൽ തലയിൽ പുതയ്ക്കുന്ന നെറ്റോ ഒന്നും അല്ല. നമ്മുടെ ഫോണിൽ ആവശ്യത്തിന് നെറ്റ് വേണം. ഇപ്പൊ തന്നെ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് കോളുകൾ എനിക്ക് വന്നു. സാറേ ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല, സാറേ ഇതിലേക്ക് കയറുമ്പോൾ അത് ലോഗൌട്ട് ചെയ്യുന്നു. ഞാൻ അതിന് മുന്നേ പറഞ്ഞതാണ്, ക്ലാസ്സിന് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ ഫോണിൽ നെറ്റ് ഉണ്ടായിരിക്കണം, ഗൂഗിൾ മീറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നതാണ്. ഗീതാ ശ്രീകുമാർ മൈക്ക് ഓഫ് ആക്കുക. അപ്പം നമുക്ക് നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി കേട്ടാൽ ഈ ഒരു ബുദ്ധിമുട്ട് വരില്ല. നിങ്ങളിപ്പോ ഒരു മാസത്തേക്ക് നല്ലൊരു ഡേറ്റാ പ്ലാൻ, ഒരു 2 GB ഒക്കെ ഡെയിലി വരുന്ന ഒരു ഡേറ്റാ പ്ലാൻ നിങ്ങൾ ചെയ്തു വിടണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ സമയത്ത്, കാരണം നമ്മൾ കുറച്ചു നേരം ഇൻസ്റ്റാഗ്രാമിലും കുറച്ചു നേരം യൂട്യൂബിലും കുറച്ചു നേരം നമ്മൾ അല്ലാത്ത എന്തെങ്കിലും വാട്സാപ്പിലും ഒക്കെ തോണ്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ 1 GB നെറ്റ് തീരും. പിന്നെ ഈ 1 മണിക്കൂർ നമ്മൾ ഇത്രയും നല്ല എന്താ പറയാ ഹൈ ഡെഫിനിഷനിൽ ഈ ക്ലാസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ നെറ്റ് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നെറ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ഫോണിൽ ഉറപ്പാക്കണം. എല്ലാ ദിവസവും നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. പിന്നെ അടുത്തത് SCERT പാഠപുസ്തകങ്ങൾ. ഇത് നമ്മൾ ഓപ്ഷൻ തരുന്നതാണ് നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടി മാത്രം. ഇത് പുതിയത് വേണമെന്നില്ല, പഴയത് മതി. കാരണം പുതിയതിൽ ഒരുപാട് കാര്യങ്ങൾ കളഞ്ഞിട്ടുണ്ട്. പക്ഷെ പഴയതിൻ്റെ അകത്ത് നമുക്ക് ഈ ചെറിയ ചെറിയ കോളങ്ങൾ, ഇപ്പൊ ഒരു 4ാം ക്ലാസ് മുതൽ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളിപ്പോ ഇന്ന് പഠിപ്പിക്കുന്ന പ്ലാൻസിനെ കുറിച്ചിട്ടാണെന്ന് കരുതുക. അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് ഓരോ പുസ്തകത്തില്, നമ്മുടെ ഒരു പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന് പറയുന്നത്, ചെറിയൊരു ആശയത്തിൽ നിന്ന് വലിയൊരാശയത്തിലേക്ക്. 4ാമത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെക്കുന്ന ആനിമൽസിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴേക്കും അത് നമുക്ക് എന്ത് ചെയ്യും, അതിനെ കൂടുതൽ അകത്തേക്ക് അതിന്റെ കോശങ്ങളിലേക്കും അതിന്റെ മറ്റ് സ്ഥലങ്ങളിലേക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീപ്പായിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, SCERT പാഠപുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ SCERT പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ കയ്യിൽ ഫിസിക്കലായിട്ട് വേണമെന്നില്ല, നമ്മുടെ സമഗ്ര വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അത് നമ്മൾ പഠിപ്പിക്കേണ്ട, നിങ്ങൾക്ക് ICT കോർഡിനേറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അതിന് മുമ്പ് ICTയുടെ ക്ലാസ്സുകളൊക്കെ നടത്തുന്ന സമയത്തും ക്യാമ്പുകൾ നടത്തുന്ന സമയത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് നോട്ട് ബുക്ക് കിടക്കുന്ന പുസ്തകങ്ങൾ കിടക്കുന്നതെന്ന്. വേറെ എങ്ങും തപ്പിപ്പോണ്ട, സമഗ്ര എന്ന് ഗൂഗിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ കയറിയാൽ നിങ്ങൾക്ക് പഴയ ടെക്സ്റ്റ് ബുക്കുകളും പുതിയ ടെക്സ്റ്റ് ബുക്കുകളും ഡൗൺലോഡ് ചെയ്യാം. ഇനി 5ാമത്തത്, നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് നല്ലൊരു ഫോൺ. ചിലരുടെ ഫോണൊക്കെ മോശമായിരിക്കും. ഇപ്പൊ ഒന്ന് മാറാൻ പറ്റുന്ന അവസരമാണ്. വീട്ടിലൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് കൂടാൻ വേണ്ടിയിട്ട് എനിക്കൊരു നല്ല ഫോൺ വേണം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ കയറുമ്പോൾ ഇപ്പൊ ചിലര് മൈക്ക് തന്നെത്താനെ ഓൺ ആവും. ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയിരിക്കുവാണെങ്കിൽ നമുക്ക് ആ മൈക്ക് ഓഫാക്കി വെക്കാനൊന്നും പറ്റാതെ വരും. കാരണം നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ തരുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നമുക്കൊരു സ്വപ്നമുണ്ട്. അതാണ് നമ്മൾ നിങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ ശ്രമിക്കുമ്പോൾ ഈ സാധനം നിങ്ങളുടെ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ലൊരു ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലാണ് ആ കറക്റ്റ് സമയത്ത് 8:55 ആകുമ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ കുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ 2 സംഭവത്തിലേക്ക് എത്തി ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തേക്ക് കയറി പോരുള്ളൂ. സൗണ്ട് അത്യാവശ്യത്തിന് വേണം. അപ്പം ഇതൊക്കെ വേണ്ട ഒരു ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. നല്ല ടീച്ചർമാരാണ് നിങ്ങൾ, നിങ്ങളുടെ കയ്യിലൊക്കെ എന്തായാലും ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒരെണ്ണം ഉറപ്പുവരുത്തുക. പിന്നെ അവസാനത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ, അത് പേപ്പറിൽ തരുന്ന ആപ്ലിക്കേഷൻ അല്ല, നമുക്ക് വിദ്യാവീതി ടീച്ചർ പ്ലസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ലൈവ് ക്ലാസ് കഴിയുമ്പോൾ ഒരു 10-10:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് വരും. അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഡെമോ വീഡിയോ വരും. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതിന്റെ ഒരു ഡെമോ വീഡിയോ വരും. നിങ്ങളുടെ എല്ലാ വാട്സാപ്പ് നമ്പറുകളിൽ അത് ലോഗിൻ ചെയ്യാനുള്ള മെസ്സേജും വരും. മെസ്സേജ് വന്നില്ലെങ്കിലും ഞാൻ ഗ്രൂപ്പിൽ അതിന്റെ ലിങ്കും അതിന്റെ ഡെമോ വീഡിയോയും ഇട്ട് കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾ വാട്സാപ്പിൽ കൊടുത്തിരിക്കുന്ന നമ്പർ വെച്ചിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്താൽ മാത്രം മതി. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗപ്രദമാവും. ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു മെയിലിന് റിപ്ലൈ കിട്ടാത്തത് കൊണ്ടുള്ള താമസം മാത്രമേ ഉള്ളൂ. ആ റിപ്ലൈ വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം അതിനകത്ത് ഓൾറെഡി രജിസ്റ്റേർഡ് ആവും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ടെക്സ്റ്റ് മെസ്സേജ് വരും. വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഗ്രൂപ്പിൽ ലിങ്ക് വന്ന അപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഏതാണോ ആ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ലോഗിൻ ചെയ്ത് പ്രവേശിക്കാവുന്നതാണ്. അതായിരിക്കും നമ്മുടെ ലൈവ് ക്ലാസ്സുകളെല്ലാം റെക്കോർഡ് ചെയ്ത് അയച്ചു തരും. അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ വിഷയം എടുക്കുമ്പോഴും അതിന്റെ ടീച്ചർമാരെടുക്കുന്നത്, ഇപ്പൊ ഞാൻ ഈ എടുക്കുന്ന പോലെ കാണിക്കുന്ന
ഈ PPT-കൾ പോലെയുള്ള PPT-കളൊക്കെ അതിലായിരിക്കും വരിക. അത് നമ്മൾ പുറത്തു കൊടുക്കില്ല. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാറ്റിവെക്കും. ഇന്ന് മുതലേ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മളൊരു ഹൈബ്രിഡ് കോഴ്സാന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം അനാവശ്യമായിട്ടുള്ള ചിന്തകൾ. അതെന്താണെന്നറിയാമോ? അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ചിലർക്ക് ഇതൊരു ധാരണയുണ്ട്. നമ്മുടെ സ്കൂളിലൊക്കെ ഈ ചില ടീച്ചർമാർ പറയും, ഞാനൊരു 5-8 തവണ എഴുതിയിട്ട് ഈ കേട്ടിട്ട് പരീക്ഷ കിട്ടിയില്ല, എനിക്ക് എഴുതിയെടുക്കാൻ പറ്റിയില്ല, ഭയങ്കര പാടാണ് ഈ പരീക്ഷ കേട്ടോ. ഇതൊരു നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുതൽ, നിങ്ങൾക്ക് പ്രായമായി, നിങ്ങൾക്ക് ഒരു 5-6 വർഷമുള്ളൂ റിട്ടയർമെന്റിന്, നിങ്ങൾ ഇത് എങ്ങനെ എഴുതിയെടുക്കും ഈ 2 വർഷം കൊണ്ട്? സുപ്രീം കോടതി നിങ്ങളെ പിരിച്ചുവിടും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ചിന്തകൾ നമ്മളുടെ അബോധ മനസ്സിൽ കിടക്കും. അപ്പൊ ആ കിടക്കുന്ന അബോധ മനസ്സിൽ കിടക്കുന്ന ചിന്തകൾ നിങ്ങളെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ഇപ്പൊ ചില ടീച്ചർമാരൊക്കെ എന്നെ വിളിക്കുമ്പോൾ പറയും, ഞാൻ 1997 TTC കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ BEd കഴിഞ്ഞതാണ് സാറേ, അന്ന് വിട്ടതായി ഈ സൈക്കോളജിയും പെഡഗോജിയും കുന്തവും കൊടച്ചക്രവും ഒക്കെ. പക്ഷെ എന്ത് ചെയ്തു? ഇപ്പൊ ഈ സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞപ്പോ പഠിക്കേണ്ടത് എന്റെ ആവശ്യമായിട്ട് വന്നേക്കും. എന്നെ കൊണ്ട് പറ്റൂ, എന്നെ കൊണ്ട് കഴിയൂ എന്നൊക്കെ ചോദിച്ച് ചിലര് മെസ്സേജ് അയക്കും. അപ്പൊ അതിന് ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്ര കഴിവില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇവിടം വരെ എത്തൂ. നിങ്ങളെ പിള്ളേരെ പഠിപ്പിക്കുന്ന അതേ LSSന്റെയും USSന്റെയും ഒക്കെ ഒരേ പാറ്റേണിലുള്ള പരീക്ഷ തന്നെയാണ് ഈ പരീക്ഷ. നമ്മളിവിടെ പഠിപ്പിക്കുന്നത്, ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും കുറുക്കുവഴികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ വളച്ചൊടിച്ചതിനെ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത്, നേരെ ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിന് പോയാൽ എങ്ങനെ ഉത്തരം കണ്ടെത്താം. നിങ്ങൾ ഈ പറയുന്ന 1 മുതൽ 10 വരെയുള്ള അല്ലെങ്കിൽ 12 വരെയുള്ള പാഠപുസ്തകങ്ങൾ നമ്മൾ 10-15 മണിക്കൂർ കൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ അനാവശ്യ ചിന്തകൾ മാറ്റണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാനിരിക്കുക. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ബാച്ചിലൊക്കെ 43ഓളം HMമാർ നമ്മുടെ ആദ്യത്തെ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് HM ഇൻചാർജുമാരും HM ആയിരിക്കുന്ന ആൾക്കാരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരോട് നമ്മൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ, ഓരോരുത്തരോട് പേഴ്സണലി നമ്മൾ ഇവരോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, കാരണം ഇതിപ്പോ ഞങ്ങളൊരു സീരിയൽ കാണുന്ന ലാഘവത്തിലേക്ക് എത്തി. കാരണം കൃത്യമായിട്ട് ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ ഇതിന്റെ മുമ്പിൽ ഇരിക്കും. 9 മണിയാകുമ്പോൾ നമ്മൾ ഇതിന്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാല് 10 മണി വരെ പോകുന്നത് അറിയില്ല. കാരണം ആ സമയത്ത് നമ്മൾ വേറെ എല്ലാ ചിന്തകളും മാറ്റി വെച്ച് ഇതിലേക്ക് ഇരിക്കാനുള്ള ഒരു ത്വര ഞങ്ങളിലേക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കും അത് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഈ അനാവശ്യ ചിന്തകൾ നിങ്ങൾ മാറ്റിവെക്കും. കുറെ ഞാൻ എഴുതിയിട്ടുണ്ട്, എനിക്കിത് കിട്ടിയിട്ടില്ല, ഇത് അത്ര വലിയ പാടുള്ള പരീക്ഷയാണ്, അതുകൊണ്ട് എനിക്ക് കിട്ടില്ല, സുപ്രീം കോടതി ഈ പറയുന്ന തീരുമാനം എടുത്തില്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഞാൻ കിട്ടണ കാശ് മേടിച്ച് വീട്ടിൽ പോയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ഉള്ള ചിന്ത എല്ലാം മാറ്റിവെക്കുക. എന്നിട്ട് വേണം പഠിക്കാനിരിക്കാൻ. ഇനി അനാവശ്യമായിട്ടുള്ള തിരക്കുകൾ. ഇതെന്തോ ഈ അനാവശ്യമായിട്ടുള്ള തിരക്കുകൾ എന്ന് വെച്ചാല്, നമ്മൾ ഈ ക്ലാസ്സിന്റെ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങളെ പലരും വിളിക്കും, ഇന്ന് നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ, അല്ല വേണ്ട ഇന്നൊരു ആലുകാച്ചുണ്ട്, ഇന്നൊരു പിറന്നാളാഘോഷമുണ്ട്. നമുക്ക് മാറ്റിവെക്കാവുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുക ഈ സമയത്ത്. അതിനു മുമ്പ് നിങ്ങൾ എന്താ വേണം ചെയ്തു. നിങ്ങൾ ഷട്ടിൽ കളിക്കാൻ പോവോ, സൈക്കിൾ ചവിട്ടാൻ പോവോ, കല്യാണത്തിന് പോവോ, പിന്നെ മരണത്തിന് പോവോ, അല്ലെങ്കിൽ മാമോദിസായ്ക്ക് പോവോ, പാലുകാച്ചിന് പോവോ, എന്ത് വേണം പോകോ, സിനിമയ്ക്ക് പോകുവോ, എവിടെ വേണേലും പോകും. പക്ഷെ 9 മണി സമയമാകുമ്പോൾ നിങ്ങൾ ഈ മൊബൈലും പിടിച്ച് വീട്ടിലുണ്ടാകും. ഒരു ലൈവ് ക്ലാസ് പോലും നഷ്ടപ്പെടുത്താൻ പാടില്ല. 100% ഞാൻ നിങ്ങളോട് പറയാം, ഈ ലൈവ് ക്ലാസ്സുകൾ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ നിങ്ങൾ അതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാലും നിങ്ങൾ കേട്ടിട്ട് പരീക്ഷ ജയിക്കും. കാരണം അത് നമുക്ക് ചരിത്രമാണ്. 5 വർഷത്തെ എന്റെ പാരമ്പര്യത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം, നിങ്ങൾ ഒരുപാട് കോഴ്സുകളെ കുറിച്ചിട്ടൊക്കെ അന്വേഷിച്ചിട്ടായിരിക്കും നിങ്ങളിപ്പോ വിദ്യാവീതിയിൽ വന്നിരിക്കുക. ഇവിടുത്തെ നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അഡ്മിഷൻ പിടിക്കുന്ന ഞാൻ, അല്ല നിങ്ങൾക്ക് മുമ്പിൽ ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് പറയുന്ന ഞാൻ കേട്ടിട്ട് എഴുതി പാസ്സായതാണ്. എനിക്ക് കേട്ടിട്ടിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഞാൻ സർവീസിൽ ഉണ്ടായിരുന്ന അധ്യാപകനാണ്, അത് സർവീസിൽ നിന്നും വിരമിച്ചു വന്നതാണ്. അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ആ ധാരണയിൽ നിന്ന് ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇവിടെ പഠിപ്പിക്കൂ. വലിച്ചുവാരി പഠിപ്പിക്കുന്ന പരിപാടി നമുക്കില്ല. അതുകൊണ്ട് ഈ 1 മണിക്കൂർ നിങ്ങൾ കൃത്യമായിട്ട് ഇതിൽ മെനക്കെട്ടാൽ നിങ്ങൾക്ക് 100% തെറ്റ് മേടിക്കാൻ പറ്റും. നിങ്ങൾ മെനക്കെട്ടില്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും. അത് പരീക്ഷനെ കുറ്റം പറഞ്ഞിട്ടോ, സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടോ, അല്ലെ പരീക്ഷ നടത്തുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടോ, പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. നിങ്ങൾ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറായാൽ, 24 മണിക്കൂർ നമുക്കുണ്ട്. ആ 24 മണിക്കൂറിൽ 1 മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറായാൽ, ആ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അടുക്കളയിൽ ഈ സാധനം ചാരി വെച്ചിട്ട് ചെവിയിലൊരു ഇയർബഡും കയറ്റി വെച്ചിട്ട് നിങ്ങൾ അവിടെ പാത്രം കഴുകുകയോ അല്ലെങ്കിൽ കടുക് പൊട്ടിക്കുകയോ ഒക്കെ ചെയ്യാൻ പോയിട്ട് കാര്യമില്ല.
കൃത്യമായിട്ട് ഇതിൽ മാത്രമായിട്ടിരുന്നാൽ നിങ്ങൾക്ക് 100% വിജയിക്കാൻ പറ്റും. ഇനി മൂന്നാമതായിട്ട് ഒഴിവാക്കേണ്ട സാധനമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഇപ്പൊ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുമ്പോൾ യൂട്യൂബിൽ ക്ലാസ് ഒക്കെ കാണും നിങ്ങൾ. പിന്നെ നമ്മൾ സൈക്കോളജിയുടെ എന്താ പറയുന്നത് ബുദ്ധി വികാസത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് എന്ന് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ യൂട്യൂബിൽ കയറിയിട്ട് ബുദ്ധി വികാസം ഒന്ന് ഇതിനെക്കുറിച്ച് കൂടുതലൊന്ന് റെഫർ ചെയ്തേക്കാം എന്ന് കരുതി നിങ്ങൾ യൂട്യൂബിൽ കയറി കാണുമ്പോഴായിരിക്കും എന്റെ തൊട്ട് താഴെ ഇന്നലത്തെ സീരിയലിന്റെ ബാക്കി കിടക്കുന്നു, അല്ലെങ്കിൽ 1 ചിരി 2 ചിരി ബമ്പർ ചിരിയുടെ സാധനം കിടക്കും. ഇല്ലെങ്കിൽ തൊട്ട് താഴെ സാറന്മാരെ സംബന്ധിച്ച് 2500 കോടി രൂപ ബാധ്യത കേരളത്തിന്, ഒരൊറ്റ ഹെഡിങ് കണ്ടാൽ മതി. പിന്നെ അതിന്റെ പുറകെ നമ്മൾ അങ്ങോട്ട് പോകും. ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലോ നിങ്ങൾ തന്നെ പറ. ഈ യൂട്യൂബിന്റെയും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റഗ്രാമിന്റെയും ഈ ഫേസ്ബുക്കിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവനിങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും നമ്മളെപ്പോലെ തന്നെയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഫോണും. നമ്മൾ എന്ത് ചിന്തിക്കണം എന്ന് വരെ ഇപ്പൊ തീരുമാനിക്കുന്ന ആരാ? നമ്മുടെ ഫോണാ. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, ഈ തലേദിവസം നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടാവും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെ. പിന്നെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് 2 പ്രാവശ്യം വീഡിയോയും കൂടെ കണ്ടിട്ട് 3ാമത്തെ പ്രാവശ്യം ചിക്കൻ ബിരിയാണി വെച്ചേക്കാമെന്ന് കരുതി നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ ആദ്യം കിടക്കുന്നത് ആരുടെ ആയിരിക്കും? ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി എളുപ്പത്തിൽ മലയാളത്തിൽ. ഇത് നമ്മൾ ആരും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വരുന്നതല്ല. കാരണം അതിൻ്റെതായ കമാൻഡുകൾ വെച്ചിട്ട് അത് നന്നായിട്ട് 100% പ്രവർത്തിക്കും. നമ്മൾ മണ്ടന്മാരെന്നെ ചെയ്യും, ആ ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ കണ്ടു തീർക്കും. അത് കഴിയുമ്പോഴത്തേക്കും തൊട്ട് താഴെ വേറെ ആരെങ്കിലും ഒരു ചേച്ചി ചിക്കൻ ബിരിയാണി വെക്കുന്നത് കാണും, അത് കാണും. അപ്പോഴായിരിക്കും ഇന്നലെ കണ്ട ബാക്കി സീരിയലിന്റെ മിച്ചം കിടക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു സിനിമയുടെ ചെറിയ ഭാഗം കിടക്കുന്നത്. പിന്നെ ആ സിനിമയുടെ ഭാഗം പോവും. പിന്നെ അല്ലെങ്കിൽ ഒരു കോമഡി ആയി വീഡിയോ ആയി പാട്ടായി നമ്മൾ ആ വഴിക്ക് അങ്ങ് പോകും. അങ്ങനെ പോകരുത്. നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ പരീക്ഷ വരെ അതങ്ങ് മാറ്റി വെക്കുക. നമ്മുടെ സമയം കൊല്ലുന്ന ഏറ്റവും വലിയ ഇപ്പൊ ഞാൻ എന്നെ തന്നെ വേണമെങ്കിൽ പറയാം. ഞാനൊരു രാത്രി ഒരു 12:30 1 മണിയാകുമ്പോൾ എല്ലാ ദിവസവും എന്റെ ഒരു ഡെയിലി റുട്ടീനാണ്. നമ്മുടെ ഈ ലൈവ് ക്ലാസ്സുകളെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ രാത്രി തന്നെ ആപ്ലിക്കേഷനിൽ ഇട്ടിട്ട് കിടക്കാറ്. കാരണം രാവിലെ ആകുമ്പോഴത്തേക്ക് ടീച്ചർമാർ എന്നെ വിളിക്കൂല്ലെങ്കിൽ സാറേ ഇന്നലെ എനിക്ക് കാണാൻ പറ്റിയില്ല, കൊച്ചിന് അസുഖമായിരുന്നു, പോകാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല, നടുവിന് വേദനയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പൊ അവർക്ക് ആ റെക്കോർഡഡ് ക്ലാസ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിലരൊക്കെ 5 മണിക്ക് 4:30 ഒക്കെ എഴുന്നേക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ടല്ലോ എന്ന് കരുതി ഞാൻ രാത്രി തന്നെ 11:30 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ വരുള്ളൂ. അത് പിന്നെ എടുത്തിട്ട് MP4 ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്തിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ ഈ 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഇൻസ്റ്റാഗ്രാം ഒന്ന് തുറക്കും. പിന്നെ അതിൻ്റെ അകത്തോടെ ഇങ്ങനെ ഓരോന്ന് കുത്തിപ്പെറുക്കി 3 മണി ആകുമ്പോഴായിരിക്കും ഞാൻ ഓർക്കുന്നത്, അയ്യോ ക്ലാസ് അപ്ലോഡ് ചെയ്തില്ലല്ലോ. നമ്മുടെ പഴയ ബാച്ചിൽ എന്നോട് ചോദിച്ചാറിയാം, ഞാൻ 3 മണിക്കും 4 മണിക്കും ഒക്കെയാണ് ക്ലാസ് എന്നിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ചിലരെന്നോട് ചോദിക്കും, സാറിന് ഉറക്കമില്ല. കാരണം ഇത് നമ്മുടെ ഈ പറയുന്ന എന്താ പറയണത്, നമ്മുടെ മൈൻഡിനെ പെട്ടെന്ന് മയക്കിയെടുത്ത് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അപ്പൊ അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല, എന്നെ കൊണ്ടും പറ്റൂല, നിങ്ങളെ കൊണ്ടും പറ്റൂല. പക്ഷെ മാക്സിമം നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് മാറ്റി വെക്കേണ്ടതാണ് പഴയ പഠനോപകരണങ്ങൾ. ഇത് നിങ്ങളെ വിചാരിച്ചിട്ടല്ല, ഇതിനു മുമ്പ് കേട്ടറ്റ് പരീക്ഷ എഴുതിയേക്കുന്നവരെ സംബന്ധിച്ചിട്ടാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ പഠനോപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കും, നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പരീക്ഷ എഴുതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിലും മറ്റ് ഗൈഡുകളും ഒക്കെ നോക്കി ഒരു നോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ മാറ്റി വെക്കണം. എന്തിനാ മാറ്റി വെക്കാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുശുമ്പോണ്ടൊന്നുമല്ല. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന ഇന്ന് കണക്കിന്റെ പലിശ കൂട്ടുപലിശ എന്ന് പറഞ്ഞൊരു ഭാഗം പഠിപ്പിക്കുകയാണെന്ന് കരുതും. നേരത്തെ നിങ്ങളത് പഠിച്ചതാ. അപ്പൊ നമ്മൾ വിചാരിക്കും, കണക്കിന്റെ പലിശയും കൂട്ടുപലിശയും കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതല്ലേ ഇപ്രാവശ്യം ഉള്ളൂ, ഞാൻ അന്നത് പഠിച്ചല്ലേ, അപ്പൊ ഇന്ന് ഈ ക്ലാസ്സിൽ കയറേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാതിരിക്കാനാണ് പറഞ്ഞത്, പഴയതെല്ലാം മാറ്റി വെച്ച് ഫ്രഷ് ആയിട്ട് പഠിക്കും. അങ്ങനെ എന്തെങ്കിലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക. ഇനി നമ്മുടെ വിദ്യാവീതിയിൽ കുറച്ച് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ മാത്രമാണ് വിദ്യാവീതിയിൽ തുടർന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം, അനുവാദമില്ലാതെ ഗ്രൂപ്പിൽ നിന്നും ആരുടെയും നമ്പർ എടുത്ത് മെസ്സേജ് അയക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ട്, അറിയാലോ, നമ്മുടെ 3ാമത്തെ ബാച്ചിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പില് നമ്മൾ എന്താണ്, കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ള 100ഓളം ആൾക്കാരാണ് ആ ഗ്രൂപ്പിലുള്ളത്. അപ്പം അവരുടെ പ്രൈവസി നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ അവരിൽ ആർക്കും മെസ്സേജ് അയച്ച് അവർക്കൊരു കുടുംബ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ജ്യോതി ടീച്ചർ മൈക്ക് ഓഫ് ആക്കുക. എനിക്ക് ഒരു പതിവുണ്ട്, ഞാൻ ഒന്ന് പറയും, 2ാമത്തെ പ്രാവശ്യവും കൂടെ പറയും, 3ാമത്തെ പ്രാവശ്യം ഞാൻ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റൂല ലൈവിൽ. അടുത്ത ഗ്രൂപ്പിൽ അയക്കുന്ന മെസ്സേജുകൾ, PDF നോട്ടുകൾ, ലിങ്കുകൾ ഗ്രൂപ്പിൽ നിന്നും വെളിയിൽ ഷെയർ ചെയ്യരുത്. കാരണം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട്
പൈസ അടച്ച് ജോയിൻ ചെയ്തേക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരുപാട് രാത്രിയിൽ ഇരുന്ന് തയ്യാറാക്കുന്ന നോട്ടുകളൊക്കെയാണ്. അത് നമ്മളിങ്ങനെ ചുമ്മാ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരെ നന്നാക്കാൻ, നിങ്ങൾ ആരും നന്നാക്കാൻ വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളും ആരെയും നന്നാക്കാൻ ശ്രമിക്കണം. ഓക്കെ. പിന്നെ ലൈവ് ക്ലാസ്സിന്റെ 9 മണിയാണ്. ആ 9 മണി ആ സമയത്ത് 8:55 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഫോണൊക്കെ റെഡിയാക്കി വന്നിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വിദ്യാവേദിയിൽ ജോയിൻ ചെയ്ത് ഇന്നു മുതൽ, ഇത് നമ്മളൊരു കുടുംബമാണ്. പരീക്ഷ തീരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഞാൻ തരും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതിപ്പോ പഠനത്തിലായാലും മറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ, ഈ സംബന്ധമായിട്ട് ബന്ധപ്പെടുന്ന എന്ത് കാര്യം നിങ്ങൾക്ക് ഇന്നു മുതൽ ഞാനൊരു എന്താ പറയുന്നത്, ഒരു കാരണം, ഒരു മുത്തശ്ശന്റെ ഭാഗത്ത് ഒരു സ്ഥാനത്താണെന്ന് കൂട്ടിക്കൂടാ. എന്റെ നമ്പർ നിങ്ങളുടെ ഗ്രൂപ്പിൽ അഡ്മിൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്ത് വള്ളിക്കെട്ടും എന്നെ വിളിച്ചു ചോദിക്കാം. അതിനുള്ള കൃത്യമായ സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുകയോ, നിങ്ങൾ പഠിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുകയോ, സമയമില്ലാത്തതിനെ കുറിച്ചോ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്ക് തുറന്നു പറയാൻ ഒരാളില്ലെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഈ പരീക്ഷ നിങ്ങൾ തോറ്റു പോകരുത്. നമുക്ക് ഒരാളെ കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഞാൻ നിങ്ങളെ ഈ പറയുന്ന പരീക്ഷ തീർന്ന് നിങ്ങളെ ജയിപ്പിച്ച് വിടുന്നിടം വരെ നിങ്ങളുടെ ഒരു മുത്തശ്ശന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് ആ പറയുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും കൃത്യമായിട്ടുള്ള മറുപടിയും തന്ന് നിങ്ങളെ ഈ പരീക്ഷ ഞാൻ ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എൻ്റെ അടുത്ത് തുറന്നു പറയാം. ഇനിയിപ്പോ ക്ലാസ് പഠിപ്പിക്കുന്ന സമയത്ത് ആ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ അടുത്ത് പറയാം. നിങ്ങൾക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ ടീച്ചർമാരെ വെച്ചേക്കുന്നേ, നമുക്ക് മാറ്റാന്നേ. നമുക്ക് ഒരു ടീച്ചറിനും 5 ടീച്ചർമാരെ വേറെ കിട്ടും. അതുകൊണ്ട് അതൊന്നും പ്രശ്നമുള്ള കേസല്ല. എന്ത് ബുദ്ധിമുട്ടും നിങ്ങൾക്ക് തരാവുന്നതിൽ ബെസ്റ്റ് ടീച്ചേഴ്സിനാണ് നമ്മൾ തരുന്നത്. നാളെ മുതൽ നിങ്ങൾക്ക് സൈക്കോളജിയുടെ ക്ലാസ് ആണ് ആരംഭിക്കുന്നത്. സൈക്കോളജിയുടെ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ബെസ്റ്റ് ടീച്ചറാണ്. അത്രയ്ക്കും ബെസ്റ്റാണ്. എഡ്യൂക്കേഷനില് PhD ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ ഉള്ള ടീച്ചറാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഈ കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കും. ഏത് വിഷയത്തിനും നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ടെറ്റുമായിട്ടോ സ്കൂളിലെ പ്രശ്നങ്ങളോ എന്ത് വള്ളിക്കെട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം. നിങ്ങളുടെ പ്രശ്നം ഞാൻ തീർത്തു തരും. പിന്നെ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ ലെഫ്റ്റ് ആയി പോകരുത്. പിള്ളേർക്ക് ഫോൺ കളിക്കാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ഗ്രൂപ്പ് മാത്രമേ ഒന്ന് പിൻ ചെയ്ത് മാറ്റിയിട്ടേക്കാം. ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി ഒരു തവണ പോയാൽ ഞാൻ നിങ്ങളെ തിരിച്ചു കയറ്റും. 2ാമത്തെ പ്രാവശ്യം നിങ്ങൾ വീണ്ടും ലെഫ്റ്റ് ആയി പോയെന്ന് കരുതിക്കോ, സാറേ അറിയാതെ കൊച്ചൊന്ന് കളിച്ചപ്പോ പോയതാണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും പോയി പണി നോക്കാൻ പറയും. കാരണം ഇത് പിള്ള കളിക്കാനുള്ള ഒരു സ്ഥലമല്ല. അതുകൊണ്ട് അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി സൂക്ഷിക്കുക. പിന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പ്, അത് നിങ്ങൾ ദിവസം നമ്മൾ ഫ്രിഡ്ജൊക്കെ പോയിട്ട് ഇടക്കിടക്ക് തുറന്നു നോക്കുന്ന പോലെ ഈ ഗ്രൂപ്പ് ഇടക്കിടക്കും തുറന്നു നോക്കാം. ഇത് നിങ്ങൾ ഇന്ന് തന്നെ പിൻ ചെയ്ത് ഇടണം നിങ്ങളുടെ ഫോണിൽ. എന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാത്രി വരെ എത്ര തവണ പറ്റുമോ അത്രയും തവണ ആ ഗ്രൂപ്പ് ഒന്ന് ഓണാക്കി നോക്കാം. അതിലെന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്നതാണെന്നൊന്ന് വായിച്ച് മനസ്സിലാക്കി അതിലൊരു തമ്പ് ഇടാൻ ശ്രദ്ധിക്കണം. കാരണം എന്നാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ അത് കണ്ടോ കണ്ടില്ല എന്ന്. പിന്നെ ഉള്ളത്, നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ സ്വയം പഠിക്കുന്ന ഒരു 30 മിനിറ്റ് ഉണ്ടല്ലോ, 30ഓ അതിലധികമോ, ആ മിനിറ്റുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സംശയം അപ്പം തന്നെ തുറന്നു ചോദിക്കണം. ഒരു വോയിസ് മെസ്സേജ് അയച്ചു തന്നാൽ മതി. ഞാൻ അത് കൺസേൺഡ് ടീച്ചേഴ്സിന് ചോദിച്ചിട്ട് അത് എനിക്കറിയാവുന്നതാണ് അപ്പം തന്നെ തീർത്തു തരും. ഇല്ലെങ്കിൽ ഞാൻ അതാത് ടീച്ചർമാർക്ക് അയച്ചു കൊടുത്ത് ആ പ്രശ്നം അവിടെ പരിഹരിച്ചു തരും. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് നമ്മൾ ചില സമയങ്ങളിൽ ഓണാക്കി വരും. അപ്പൊ അതിൻ്റെ അകത്ത് ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഹായ് പൂയ്, ഗുഡ് മോർണിംഗ്, പിന്നെ എന്താണ് ഹാപ്പി ബർത്ത്ഡേ, ഇങ്ങനെയുള്ള മെസ്സേജുകളോ അല്ലെങ്കിൽ സ്റ്റിക്കറുകളോ മറ്റ് സ്മൈലികളോ ഒന്നും നമ്മളുടെ ഗ്രൂപ്പിൽ നമ്മൾ അനുവദിക്കില്ല. അത് പഠനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അതിൻ്റെതായ പ്രാധാന്യം അതിന് നിങ്ങൾ കൊടുത്തേ പറ്റൂ. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ തൃപ്തരല്ലെങ്കിൽ ഇന്ന് മുതൽ 5 ദിവസത്തേക്ക്, ഇന്ന് നോക്കണ്ട, നാളെ മുതൽ 5 ദിവസത്തേക്ക് നിങ്ങളുടെ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് തുറന്നു പറയുക. നിങ്ങൾ അടച്ച പൈസ ഇവിടെ ഗ്യാരണ്ടിയാണ്. ആ പൈസ 5 ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 100% നമ്മൾ തിരിച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പൈസ പോയി എന്നോർത്തുകൊണ്ട് ഒരിക്കലും ഇവിടെ വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് റീഫണ്ട് തരുന്നതായിരിക്കും. പിന്നെ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ്, ഒരു മെസ്സേജ് പോലും നിങ്ങൾ അവഗണിക്കരുത്. ഓരോ മെസ്സേജ് സമയമുള്ളപ്പോൾ തുറന്നു നോക്കിയാൽ മതിയെന്നേ. തുറന്നു നോക്കുമ്പോൾ ആ മെസ്സേജ് വായിക്കണം. ആ വായിച്ചിട്ട് അതിൽ എന്താ പറയുന്നതെന്ന് നോക്കണം. അല്ലെങ്കിൽ അതിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ നമ്മൾ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഉറപ്പുവരുത്തി തരാം. നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചിട്ട് അവസാനമായിട്ട് പറയുകയാണ്. നമ്മുടെ ലൈവ് ക്ലാസ്സുകളാണ്, ഗൂഗിൾ മീറ്റ് വഴിയാണ്.
രാത്രി 9 മണി മുതൽ 10 മണി വരെയാണ് നമ്മുടെ ക്ലാസ്. അതിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക. ഇതിന്റെ അകത്ത് വേറെ മാറ്റം വരില്ല. ചിലപ്പോ നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 9 എന്നുള്ളത് 8:30 ആക്കും. നിങ്ങൾക്ക് മാത്രം, കാരണം നിങ്ങൾ അവരുടെ ഒപ്പം നമുക്ക് എത്തിക്കണം. ഇനി വിദ്യാവീതിയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ മുഴുവൻ സിലബസ്, ഇപ്പൊ നിങ്ങൾ ഇന്ന് അഡ്മിഷൻ എടുത്തു, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇന്ന് നിങ്ങൾക്ക് ഓപ്പൺ ആകുമ്പോൾ അതിന്റെ അകത്ത് നിങ്ങളുടെ മുഴുവൻ കാറ്റഗറി 1ന്റെ മുഴുവനും കാറ്റഗറി 2ന്റെ മുഴുവനും സിലബസ് ഓരോ വിഷയം തിരിച്ച് നമ്മൾ ഓൾറെഡി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ അതിൽ ഒരുക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഒന്നാ ഇന്ന് കണക്കിന്റെയോ മലയാളത്തിന്റെ 2 ക്ലാസ് അങ്ങ് കണ്ടേക്കാൻ തോന്നിയാൽ റെക്കോർഡഡ് ക്ലാസ് അല്ലാതെ മറ്റ് ക്ലാസ്സുകൾ കാണണമെങ്കിൽ സിലബസ് അനുസരിച്ച് ടോപ്പിക്കുകൾ അനുസരിച്ച് അതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അത് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് അത് കാണാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട. നമ്മൾ അതെല്ലാം ലൈവായിട്ട് തന്നെ വീണ്ടും എടുക്കുന്നതാണ്. സംശയങ്ങൾ തീർക്കാൻ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡഡ് വേർഷൻ ക്ലാസ് കഴിഞ്ഞതിന് പിറ്റേന്ന് തന്നെ നൽകുന്നതാണ്. അപ്പം നമ്മളത് ഇന്നിപ്പോ ഈ ലൈവിന്റെ റെക്കോർഡഡ് ക്ലാസ് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് തരും. നാളെ ഉച്ചയ്ക്ക് മുന്നേ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നാളെ ഉച്ച വരെ ഞങ്ങൾക്ക് സമയം തരണം. കാരണം ഒരു ദിവസം തന്നെ 3, 4, 5 ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാം റെക്കോർഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ സമയം ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് കഴിയുന്നതും രാത്രിയിൽ തന്നെ ഇടും. ഇല്ലെങ്കിൽ നാളെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വന്നില്ലെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ എല്ലാ ദിവസവും നടത്തുന്ന ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡ് വേർഷൻ പിറ്റേന്ന് തന്നെ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ അധ്യാപകരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾക്കും ഉത്തരം ലഭിക്കും. നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഒരു ചോദ്യം വയ്ക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങോട്ട് അയച്ചു തന്നാൽ മതി. അതിന്റെ ഉത്തരം കൃത്യമായിട്ട് പറയും എന്നും പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ ഇങ്ങോട്ട് ഇട്ടാൽ ഇതെല്ലാം ഉത്തരം കണ്ടുപിടിച്ചു എന്ന് പറയരുത്. അത് നമുക്ക് പറ്റൂല. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർത്തു തരും. ബാക്കിയെല്ലാം നമ്മൾ ക്ലാസ്സിൽ ചെയ്യും. ദിവസവും രാത്രി പരീക്ഷ നടത്തുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് തീരുമ്പോഴും നമ്മൾ പിറ്റേ ദിവസം പരീക്ഷ നടത്തും. പിന്നെ ആ പരീക്ഷയുടെ ആൻസർ കീ അന്ന് തന്നെ തരും. നിങ്ങൾക്ക് ആ പരീക്ഷയിലുള്ള സ്കോറിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ അന്ന് തന്നെ നടത്തും. അതൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പറഞ്ഞു തരും. പിന്നെ അവസാന ഘട്ടത്തില് പരീക്ഷ പേപ്പർ വിശകലനവും കലാശക്കൊട്ടും ആയിരിക്കും നടത്തുക. അതായത് നമ്മൾ നിങ്ങളുടെ സബ്ജക്റ്റുകളൊക്കെ തീർന്നതിന് ശേഷം നിങ്ങൾക്ക് 1, 2 സമയം ഉണ്ടെങ്കിൽ 1, 2 തവണ നമ്മൾ റിവിഷൻ തരും. അതിനുശേഷം നമ്മളൊരു കലാശക്കൊട്ട് നടത്തി ക്വസ്റ്റ്യൻ പേപ്പറുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും വിശകലനം ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വിദ്യാവിധിയുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് വേണ്ടത് നമ്മുടെ ആപ്ലിക്കേഷൻ മാത്രമാണ്. അതൊരു 11, 11:30 ആകുമ്പോഴേക്കും നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉറങ്ങാതിരിക്കൊന്നും വേണ്ട. രാവിലെ ഇൻസ്റ്റാൾ ചെയ്താലും മതി. അതിന്റെ ലിങ്ക് അത് നമുക്ക് പ്ലേ സ്റ്റോറിലും കിട്ടും, ആപ്പ് സ്റ്റോറിലും കിട്ടും. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആപ്പ് സ്റ്റോറിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആപ്പ് സ്റ്റോറിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു കോഡ് ചോദിക്കും. ആ കോഡ് ചോദിക്കുമ്പോൾ ആ കോഡ് നിങ്ങൾക്ക് അയക്കുന്ന മെസ്സേജിന്റെ ഏറ്റവും അവസാനം ഉണ്ടാവും FXGACEM എന്നും പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് ആ മെസ്സേജ് വരും ഗ്രൂപ്പിൽ. ആ മെസ്സേജിന്റെ ഏറ്റവും അവസാനം ഉണ്ടാവും. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കോഡ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറും കൊടുത്തിട്ട് OTP കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഡെമോ വീഡിയോ നിങ്ങൾക്ക് തരും. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാണോ നിങ്ങൾക്ക്? ആണ്, അത് ഞാൻ വെറുതെ ഇരുന്ന് പറഞ്ഞതാണ്. യെസ്, വ്യക്തമാണ്. അപ്പൊ എങ്ങനെയാ നിങ്ങൾക്കൊരു ഒരു പ്രതീക്ഷയൊക്കെ കിട്ടിയോ? ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ആക്കി ചോദിക്കാവോ? ധൈര്യമായിട്ട് ഇനി നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കി. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കാം. ഇല്ല, ഞാൻ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ മനസ്സിലായവരാരെങ്കിലും ഒരാളൊന്ന് മൈക്ക് ഓൺ ആക്കാവോ? ഞാൻ പറഞ്ഞത് കേട്ടോന്നറിയാൻ വേണ്ടിട്ട്. ധൈര്യമുള്ള ആരും ഇല്ലേ? മനസ്സിലായി. ഓക്കെ, മനസ്സിലായി. കുഴപ്പമൊന്നുമില്ലല്ലോ. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ നാളെ മുതലാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. നാളെ നമ്മൾ സൈക്കോളജി പെഡഗോജി ഭാഗത്തെ ക്ലാസ്സുകളാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. അത് നമ്മുടെ മുന്നിലത്തെ ഒരു ബാച്ചിന് നിങ്ങൾക്കും കൂടെ ഒരുമിച്ചായിരിക്കും തരുന്നത്. കൃത്യം രാത്രി 9 മണിക്ക് തന്നെ ക്ലാസ് ആരംഭിക്കും. ക്ലാസിന്റെ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഓൺലൈനിൽ കാണണം.
പിന്നെ അതിനു മുന്നേ നിങ്ങളോട് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നെറ്റ്, ഫോണ്, മറ്റു കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ആപ്ലിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരാം. എനിക്ക് മെയിൽ വന്നാൽ അപ്പൊ തന്നെ തരാം. കാരണം ചിലരുടേതായിട്ടുണ്ട്, ചിലരുടേതായിട്ടില്ല. അതുകൊണ്ടാണ് മൊത്തത്തിലാക്കിയിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് തരാം. അതനുസരിച്ച് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പം ശുഭരാത്രി, സുഖനിദ്ര. വിദ്യാവീതിയിൽ നിന്ന് ഇത്തവണ തന്നെ കേട്ടിട്ട് നേടാൻ നിങ്ങൾക്ക് സർവേശ്വരൻ എല്ലാ അനുഗ്രഹവും തരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പിരിഞ്ഞാലോ എന്നാ?